Hi viewers, this is the continuation of the previous class on types or levels of conflict. Following are the types or levels of conflict: intra-individual, inter-individual or interpersonal conflict, intra-group, and intergroup or organizational conflict. Now we will be discussing about inter-individual conflict or interpersonal conflict. Inter-individual or interpersonal conflict. It occurs between two individuals in organization. ഇൻട്രാ-ഇൻഡിവിജ്വൽ എന്തായിരുന്നു? നമ്മളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സംഘർഷമാണത്. പക്ഷേ ഇൻ്റർ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിൽ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റിനെയൊക്കെയാണ് ഇൻ്റർ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. It arises mainly because of differences in perception, temperaments, personalities, value systems, socio-cultural factors and role ambiguities. ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഓരോ വ്യക്തികളുടെ പെർസെപ്ഷൻ, അവരുടെ കാഴ്ചപ്പാടുകൾ, അതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓരോരുത്തരും എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നത്, അത് വ്യത്യാസമാണെങ്കിൽ അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ദെൻ ടെമ്പറമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും സ്വഭാവ സവിശേഷതകൾ, അതെല്ലാം തന്നെയും വ്യത്യസ്തമാണെങ്കിൽ വ്യക്തികൾ തമ്മിൽ ചേരില്ല, പ്രശ്നങ്ങൾക്ക് കാരണമാകും. പേഴ്സണാലിറ്റീസ്, വ്യക്തിത്വങ്ങൾ തമ്മിൽ വ്യത്യസ്തമാണെങ്കിലും സ്വാഭാവികമല്ലേ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. വാല്യൂ സിസ്റ്റംസ്, ഓരോരുത്തരുടെയും മൂല്യങ്ങൾ, അവർ ഉൾക്കൊള്ളുന്ന മൂല്യങ്ങൾ, അതും ചേർന്നില്ലെങ്കിൽ അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, ഓരോ വ്യക്തികളുടെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, അതിനകത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കോൺഫ്ലിക്റ്റിന് കാരണമാകും. ദെൻ റോൾ ആംബിഗ്വിറ്റീസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നിർവഹിക്കേണ്ടുന്ന റോൾ, ഓരോരുത്തരും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അതിനകത്തൊരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ വ്യക്തികൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകും. ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ എന്നാണ്. ഓരോരുത്തർക്കും അവരവരുടെ റോൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഗനൈസേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ട്രാൻസാക്ഷൻ അനാലിസിസ് വിൽ എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ ഓഫ് ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്, ട്രാൻസാക്ഷൻ അനാലിസിസ്, TA എന്നും പറയും. അത് ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ നൽകും. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ബിഹേവിയറൽ സയൻറ്റിസ്റ്റുകളൊക്കെയും ഇൻ്റർ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റിനെ വിശദീകരിക്കുന്നത്. ട്രാൻസാക്ഷൻ അനാലിസിസ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എറിക് ബേൺ. When two people interact with each other, there results a social transaction. Transaction analysis അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എറിക് ബേൺ ആണ്. ട്രാൻസാക്ഷൻ അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു സോഷ്യൽ ട്രാൻസാക്ഷൻ തന്നെയാണ് സംഭവിക്കുന്നത്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൈമാറ്റം. അപ്പോൾ വ്യക്തികൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴും അവിടെ ഒരു സാമൂഹികപരമായി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കൈമാറ്റം, ഒരു ട്രാൻസാക്ഷനാണ് എറിക് ബേണിനെ സംബന്ധിച്ച് വ്യക്തികൾ തമ്മിലുള്ളൊരു ഇൻട്രാക്ഷനും. അത് സാമൂഹികപരമായിട്ട് വളരെ പ്രസക്തിയുള്ള ഒന്നാണ്. നമ്മൾ നോക്കുമ്പോൾ രണ്ട് വ്യക്തികളാണ് സംസാരിക്കുന്നത്, പക്ഷേ സാമൂഹികപരമായിട്ട് അതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നതാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് പറയുന്നത്. അനാലിസിസ് ഓഫ് ദ സോഷ്യൽ ട്രാൻസാക്ഷൻസ് ഈസ് കോൾഡ് ട്രാൻസാക്ഷണൽ അനാലിസിസ്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ അനാലിസിസിനെയാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാം. ദ ബേസിക്സ് ഓഫ് TA ആർ സിമ്പിൾ ടു ലേൺ. ട്രാൻസാക്ഷൻ അനാലിസിസ് വളരെ എളുപ്പത്തിൽ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
വളരെ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ട്രാൻസാക്ഷണൽ അനാലിസിസിലുള്ളത്. ദ വാലിഡിറ്റി ഓഫ് ട്രാൻസാക്ഷണൽ അനാലിസിസ് ഈസ് ഡെമോൺസ്ട്രേറ്റബിൾ. അടുത്തതായി ട്രാൻസാക്ഷണൽ അനാലിസിസിൻ്റെ വാലിഡിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടാം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ട്രാൻസാക്ഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ ട്രാൻസാക്ഷൻസിനെ അനലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതാണ് അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. ദ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ സോഷ്യൽ ട്രാൻസാക്ഷൻസ് അനാലിസിസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ട്രാൻസാക്ഷൻ അനാലിസിസ് എത്രത്തോളം അപ്ലൈ ചെയ്യാം, അതാണ് ഇവിടെ വാലിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തെളിയിക്കാവുന്നതേ ഉള്ളൂ. ഇറ്റ് പ്രൊവൈഡ്സ് എ മീൻസ് ഫോർ റിഡ്യൂസിങ് ദ എമൗണ്ട് ഓഫ് ബാഡ് ഫീലിങ്സ് ഇൻ ഇൻട്രാക്ഷൻ. യഥാർത്ഥത്തിൽ ഇൻട്രാക്ഷനിൽ സംഭവിക്കുന്ന വ്യക്തികൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ, അതൊക്കെയാണ് ഈ ബാഡ് ഫീലിങ്സ് എന്ന് പറയുന്നത്. അതൊക്കെയും കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ട്രാൻസാക്ഷണൽ അനാലിസിസ് സഹായകരമാണ്. ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ടൈം. ഇൻട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഓർഗനൈസേഷനിൽ. അപ്പോൾ ആവശ്യമില്ലാതെ ഇൻട്രാക്ട് ചെയ്ത് സമയം കളയുന്നതിന് പകരം കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ സമയത്തിന് എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കുവാൻ ട്രാൻസാക്ഷണൽ അനാലിസിസ് കൊണ്ട് സാധ്യമാണ്. ഇറ്റ് ഹെൽപ്സ് പ്രൊമോട്ട് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഗുണം. എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ട്രാൻസാക്ഷണൽ അനാലിസിസിലൂടെ കൊണ്ടുവരാൻ കഴിയുന്നു ഓർഗനൈസേഷനിലൊക്കെ തന്നെയും. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രയോജനപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ജോബ് എൻറിച്ച്മെൻറ്റ്. കമ്മ്യൂണിക്കേഷനിലൂടെ അല്ലെങ്കിൽ ഇൻട്രാക്ഷനിലൂടെ ജോബ് എൻറിച്ച്മെൻറ്റ് തന്നെയും സാധ്യമാകും. ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ചെയ്യുന്ന ജോലിയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെയാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഓരോ ജോലിയിലുമുള്ള ടാസ്ക് വർദ്ധിപ്പിച്ച് നൽകും. എന്നും ഒരേപോലത്തെ ജോലി അല്ലാതെ ഒരു പർട്ടിക്കുലർ ജോബ് അതിനകത്ത് കൂടുതൽ ടാസ്കുകളൊക്കെ നൽകി കൂടുതൽ ട്രെയിനിങ്ങുകളൊക്കെ നൽകി ആ ജോലിയെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യുവാൻ സഹായിക്കുന്നതിനെയാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ, നല്ല ഇൻട്രാക്ഷനിലൂടെ, നല്ല പേഴ്സണൽ റിലേഷൻഷിപ്പിലൂടെ ആ ചെയ്യുന്ന ജോലിയെ തന്നെയും കുറച്ചും കൂടെ മികച്ചതാക്കുവാൻ എംപ്ലോയീസിന് കഴിയും. അതാണ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻട്രാക്ഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ജോലിയും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇൻട്രാക്ഷൻ ജോലി ചെയ്യുന്നതിനെ കുറച്ചും കൂടെ മികച്ചതാക്കുവാൻ കഴിയുന്നു. limitations of transactional analysis. Few scientific studies of its outcome are available. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ, ഈ പഠനത്തിനെ വളരെയധികം സയൻറ്റിഫിക്കായി നടത്തിയെന്ന് പറയപ്പെടും. ആ ഒരു പഠനത്തിൻ്റെ ഔട്ട്കംസ്, ആ പഠനത്തിൻ്റെ ഫൈൻഡിങ്സ് വളരെ കുറച്ച് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അത് അത്രത്തോളം അവൈലബിൾ അല്ല. പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ആ പഠനത്തിൻ്റെ എല്ലാം തന്നെ ഫൈൻഡിങ്സ് അവൈലബിൾ അല്ല. ഈഗോ സ്റ്റേറ്റ്സ് മെൻഷൻഡ് ഇൻ TA ആർ ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ. ഈഗോ സ്റ്റേറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ട്രാൻസാക്ഷണൽ അനാലിസിസിൽ മെൻഷൻ ചെയ്യുന്നൊരു കാര്യമാണ് ഈഗോ സ്റ്റേറ്റ്സ്. അതെന്താണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. ഇറ്റ് ഷുഡ് ബി അപ്ലൈഡ് അപ്രോപ്രിയേറ്റ്ലി. അതുപോലെ ട്രാൻസാക്ഷണൽ അനാലിസിസ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണം. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് പോലെ ഉള്ള ഒരു അനാലിസിസ് സാധ്യമാകുകയില്ല. അതുകൊണ്ട് ട്രാൻസാക്ഷൻ അനാലിസിസിൻ്റെ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് നടത്തണം. ഇറ്റ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ടൈപ്പ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അതുമാത്രവുമല്ല, ആൾക്കാരുടെ സ്വഭാവം പല രീതിയിലാണ്. അപ്പോൾ ആ പല രീതിയിലുള്ള സ്വഭാവം എന്നതിനാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ആ പല രീതിയിലുള്ള സ്വഭാവത്തിനെ എങ്ങനെ മാറ്റണം എന്നുള്ള
നിർദ്ദേശങ്ങൾ ട്രാൻസാക്ഷണൽ അനാലിസിസിൽ യഥാർത്ഥത്തിൽ പറയുന്നില്ല. അപ്പോൾ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ പല വകഭേദങ്ങളുണ്ട്, അതിനെക്കുറിച്ച് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ഈഗോ സ്റ്റേറ്റ്സ് ഇൻ ട്രാൻസാക്ഷണൽ അനാലിസിസ്. ലിമിറ്റേഷൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മെൻഷൻ ചെയ്തിരുന്നു ഈഗോ സ്റ്റേറ്റ്സ്. ട്രാൻസാക്ഷണൽ അനാലിസിസിൽ ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. ആ ഈഗോ സ്റ്റേറ്റ്സിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ്. The ego states are the parent ego, the adult ego and the child ego. ട്രാൻസാക്ഷണൽ അനാലിസിസിൽ പറയുന്നത് ഈഗോ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ പാരന്റ് ഈഗോ, അഡൽട്ട് ഈഗോ, ചൈൽഡ് ഈഗോ എന്നിവയാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. The parent ego represents the part of a person's personality that is authoritative, dogmatic, overprotective, controlling and righteous. പാരന്റ് ഈഗോ, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അതോറിറ്റേറ്റീവ്, എപ്പോഴും പാരന്റ് ഈഗോ ഉള്ളവർ ഒരു അധികാരത്തോടെ കൂടെ സംസാരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ആയിരിക്കും. ഡോഗ്മാറ്റിക്, വളരെ സൈദ്ധാന്തികപരമായിട്ടാണ് സംസാരിക്കുന്നത്. എപ്പോഴും ഫിലോസഫിക്കലായിട്ടുള്ളൊരു സംസാര രീതി ഉണ്ടാകും, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ഓവർ പ്രൊട്ടക്റ്റീവ്, മറ്റുള്ളവരെയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യും. ഓർഗനൈസേഷനിലൊക്കെ മറ്റുള്ളവരെ ഒത്തിരി കെയർ ചെയ്യും, അതാണ് ഓവർ പ്രൊട്ടക്റ്റീവ്. കൺട്രോളിങ്, മറ്റുള്ളവരെ നിയന്ത്രിക്കും. അതുപോലെ റൈച്ചസ് എന്ന് പറഞ്ഞാൽ നീതിയും ധർമ്മവും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും പ്രവർത്തിക്കുക, അങ്ങനെയായിരിക്കും മറ്റുള്ളവരോടും ആവശ്യപ്പെടുക. അടുത്തതായി ദ അഡൽട്ട് ഈഗോ. അഡൽട്ട് ഈഗോ എന്ന സവിശേഷതയുള്ളവരുടെ പ്രത്യേകതകൾ. This state represents mature, rational and objective part of a person's personality. അഡൽട്ട് ഈഗോ എന്ന വ്യക്തിത്വമുള്ളവർ വളരെ പക്വത കാണിക്കും, അതാണ് മച്വർ. ഏത് കാര്യം വളരെ പക്വതയോടെ കാണുന്നവരായിരിക്കും. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയൊന്നുമില്ല, സംസാരിക്കുന്നതൊക്കെ വളരെ പക്വതയോടെ ആയിരിക്കും. റാഷണൽ, യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുക. ആൻഡ് ഒബ്ജക്റ്റീവ് പാർട്ട് ഓഫ് എ പേഴ്സൺസ് പേഴ്സണാലിറ്റി. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വസ്തുതകൾ അനുസരിച്ചിട്ട് മാത്രമേ അവർ കാര്യങ്ങൾ പറയുകയും അതുപോലെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുകയുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടോ വസ്തുതകൾ ഇല്ലാത്ത കാര്യത്തിനെക്കുറിച്ച് അഭിപ്രായം പറയുക ഒന്നുമില്ല. കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ തീരുമാനങ്ങൾ എടുക്കുക, അതാണ് ഒബ്ജക്റ്റീവ് പാർട്ട്. അടുത്തതായി ദ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് റെപ്രസെൻറ്റ്സ് ദ ചൈൽഡിഷ് പാർട്ട് ഓഫ് എ പേഴ്സൺസ് പേഴ്സണാലിറ്റി. ഈ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന തരം വ്യക്തിത്വമുള്ളവർ ചൈൽഡിഷ് ആയിട്ടുള്ള സവിശേഷതകൾ കാണിക്കും. അതുപോലെ തന്നെ അവർ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്യും. ഏതൊരു ചെറിയ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ചോദിക്കും, അവരുടെ സഹായത്തോടെ ആയിരിക്കും ചെയ്യുക. അതുപോലെ ഒരു ഇമ്മച്വറായിട്ടുള്ള സ്വഭാവ സവിശേഷതയായിരിക്കും കാണിക്കുക. ഒരു പക്വത ഉണ്ടായിരിക്കുകയില്ല. ഏത് സമയത്ത് എന്ത് പറയണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നൊന്നും അവർക്കറിയുകയില്ല. അതാണ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് അല്ലെങ്കിൽ ചൈൽഡ് ഈഗോ എന്ന പ്രത്യേകതയൊക്കെ ഉള്ളവരുടെ സവിശേഷതകൾ. നെക്സ്റ്റ്, സോഷ്യൽ ഇൻട്രാക്ഷൻസ്. ട്രാൻസാക്ഷൻ അനാലിസിസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യത്യസ്തരായിട്ടുള്ള ഈഗോ സ്റ്റേറ്റ്സ് ഉള്ളവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസിനെ കുറിച്ച് ഉള്ള അനാലിസിസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ട്രാൻസാക്ഷണൽ അനാലിസിസ് അനുസരിച്ച് ഏതെല്ലാം രീതിയിലുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നതെന്ന് നോക്കാം. Depending on the kinds of ego states involved, the interaction can be either complementary, crossed or ulterior. പലതരത്തിലുള്ള ഈഗോ സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അക്കോർഡിംഗ് ടു ട്രാൻസാക്ഷൻ അനാലിസിസ്. അതനുസരിച്ച് ഈ സോഷ്യൽ ഇൻട്രാക്ഷൻസിനെ നമുക്ക് കോംപ്ലിമെൻ്ററി, ക്രോസ്, അൾട്ടീരിയർ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഇനി അത് എന്തൊക്കെയാണെന്ന് നോക്കാം. Complementary transactions. These occur when the message sent or the behavior exhibited by one person's ego state receives the appropriate or expected responses from the other person's ego state. ഇതൊരു എക്സാമ്പിളിലൂടെ വ്യക്തമാക്കാം. അപ്പോൾ
അഡൽട്ട് ഈഗോ സ്റ്റേറ്റുള്ള ഒരു വ്യക്തി എന്ന് വെച്ചാൽ വളരെ പക്വതയുള്ള ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരു വ്യക്തിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു പക്വതയുള്ള വ്യക്തി ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ബിഹേവിയർ അനുസരിച്ചിട്ടോ ഉള്ളൊരു പെരുമാറ്റമായിരിക്കണം മറുഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടുന്നത്. ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിയിൽ നിന്നും ഉണ്ടാകേണ്ടുന്നത്. അതിനെ കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. പക്ഷേ വളരെ പക്വതയുള്ള ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിനനുസരിച്ചിട്ടോ അല്ല മറ്റൊരു വ്യക്തി മറുപടി പറയുന്നതോ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നതോ എങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ടാണ് അതിനെ കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. പരസ്പരം രണ്ടു കൂട്ടർക്കും ഒരു പ്രശ്നമില്ല, അത് കോംപ്ലിമെൻ്റ് ചെയ്ത് പോവുകയാണ് അവിടെ ഇൻട്രാക്ഷൻ. അതാണ് these occur when the message sent or the behavior exhibited by one person's ego state receives. അതായത് ഏതെങ്കിലും ഒരു ഈഗോ സ്റ്റേറ്റിലുള്ള ഒരു വ്യക്തി ഏതെങ്കിലും ഒരു മെസ്സേജ് അയക്കുകയോ ഏതെങ്കിലും ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ receives the appropriate or expected responses from the other person's ego state. ആർക്കാണോ മെസ്സേജ് അയക്കുന്നത് അല്ലെങ്കിൽ ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിയിൽ നിന്നും അപ്രോപ്രിയേറ്റ് യോജിച്ചതും എക്സ്പെക്റ്റഡ് പ്രതീക്ഷിതമായിട്ടുള്ള റെസ്പോൺസസ് തന്നെ ലഭിക്കുന്നതിനെയാണ് കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്രോസ്ഡ് ട്രാൻസാക്ഷൻസ്. ഇൻ ക്രോസ്ഡ് ട്രാൻസാക്ഷൻസ് ദ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് നോട്ട് പാരലൽ. ക്രോസ്ഡ് ട്രാൻസാക്ഷൻസിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ആ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റിമുലസ് തിരിച്ചു കിട്ടുന്ന റെസ്പോൺസസ് അത് രണ്ടും പാരലൽ അല്ല, വ്യത്യസ്തമായിരിക്കും. ഒരാളൊരു കാര്യം ചോദിക്കുന്നു, അയാൾ പ്രതീക്ഷിക്കുന്ന മറുപടി ആയിരിക്കുകയില്ല നൽകുന്നത്. അയാൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ളൊരു മറുപടി ആയിരിക്കും മറുഭാഗത്തുള്ളവർ നൽകുന്നത്. അതാണ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസസ് ആർ നോട്ട് പാരലൽ എന്ന് പറയുന്നത്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പർട്ടിക്കുലർ ഈഗോ സ്റ്റേറ്റിൽ നിൽക്കുന്ന വ്യക്തി മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അയാൾ തിരിച്ചു മറുപടി പറയുന്നത് വേറൊരു ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ടായിരിക്കും. ചോദ്യം ചോദിക്കുന്ന ആൾ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കുകയില്ല ഇവരുടെ മറുപടിയും അതുപോലെ പെരുമാറ്റവും. അതാണ് ക്രോസ്ഡ് ട്രാൻസാക്ഷൻ. വ്യത്യസ്തമായിട്ടുള്ള ഈഗോ സ്റ്റേറ്റ്സ് തമ്മിലുള്ളവരുടെ ട്രാൻസാക്ഷനാണത്. അൾട്ടീരിയർ ട്രാൻസാക്ഷൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേരൻ്റ് ഈഗോ അല്ലെങ്കിൽ അഡൽട്ട് ഈഗോയിലുള്ള വ്യക്തികൾ സംസാരിക്കുന്ന രീതി ആയിരിക്കത്തില്ല ചൈൽഡ് ഈഗോയിലുള്ളവർ. ഇപ്പോൾ അഡൽട്ട് ഈഗോ ഉള്ളവർ വളരെ പക്വതയോടെ ഒരു കാര്യം ചോദിക്കുമ്പോൾ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ഉള്ള ഒരു വ്യക്തി മറുപടി പറയുന്നത് ഒരു പക്വതയില്ലാത്ത രീതിയിലായിരിക്കും. ഇതൊക്കെയാണ് ക്രോസ്ഡ് ട്രാൻസാക്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അൾട്ടീരിയർ ട്രാൻസാക്ഷൻസ്, they are the most complex and subtle. Like crossed transactions, ulterior transactions cause much damage to interpersonal relations. Ulterior transactions എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആ വ്യക്തി ഒരു പർട്ടിക്കുലർ ഈഗോ സ്റ്റേറ്റിൽ നിൽക്കുന്ന ആളാണെന്ന്. ഉദാഹരണത്തിന് ആ വ്യക്തിയുടെ സംസാരത്തിലൂടെ ആ വ്യക്തി ഒരു പേരൻ്റ് ഈഗോ സ്റ്റേറ്റ് ഉള്ള ആളാണെന്ന് തോന്നുന്നു. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് മറ്റെന്തെങ്കിലും ആയിരിക്കും. അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ വ്യക്തി ഒരു കാര്യം പറയുന്നത്. പക്ഷെ കേൾക്കുന്നവർ മനസ്സിലാക്കുന്നത് പേരൻ്റ് ഈഗോയോടെ ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് എന്നാണ്. ഇതാണ് ദേ ആർ ദ മോസ്റ്റ് കോംപ്ലക്സ് ആൻഡ് സട്ടിൽ എന്ന് പറഞ്ഞാൽ. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സട്ടിൽ എന്ന് പറഞ്ഞാൽ അതാണ്, പുറത്ത് കാണുന്നവർക്കത് മനസ്സിലാകത്തില്ല, അവർക്കത് ഗ്രഹിച്ചെടുക്കാൻ കഴിയത്തില്ല. അതിനാണ് സട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കോംപ്ലക്സ്, വളരെ കൺഫ്യൂഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടേറിയതും മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തത്, സട്ടിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തതുമായിട്ടുള്ള ഈഗോ സ്റ്റേറ്റ്സ് ചിലർക്കുണ്ടാകും. ആ ഒരു ഈഗോ സ്റ്റേറ്റിൽ നിൽക്കുന്നവർ മറ്റുള്ളവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ കേൾക്കുന്നവർക്കത് മനസ്സിലാകുകയില്ല. അവർ മനസ്സിലാക്കുന്ന അർത്ഥമായിരിക്കത്തില്ല ചിലപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത്, പറയുന്നവർ ഉദ്ദേശിക്കുന്നത്. അത് ഇൻ്റർപേഴ്സണൽ റിലേഷൻസിനെയൊക്കെ ബാധിക്കുന്ന ഒന്നാണ്. അതിനെയാണ് അൾട്ടീരിയർ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. As
Assignment question: what is transactional analysis?